സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ പ്രതിഷേധിച്ചു. കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാൻ എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് സ്റ്റേറ്റുകൾ തമിഴ്നാടും നമ്മളും കൂടെ ഇപ്പോൾ തമിഴ്നാടിന്റെ നിയമം വേറെയാണ്, ഇവിടുത്തെ നിയമം വേറെയാണ്. എന്നാൽ തമിഴ്നാടും നമ്മൾ തമ്മിലുള്ള ഒരു ഇടപാടിനകത്ത്, ഒരു കച്ചവട ഇടപാടിനകത്ത് അല്ലെങ്കിൽ വ്യവസായ മേഖലക്കകത്ത് ഒരു സഹകരണ സ്ഥാപനം വരുമ്പോൾ മൾട്ടിപർപ്പസ് സൊസൈറ്റി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്റർസ്റ്റേറ്റ് നിയമം അതിന് വേണം. അതിനൊരു നിയമം നേരത്തെ സെൻട്രൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ആ നിയമം രണ്ട് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെടുന്നതിന് പകരമായിട്ടുള്ള നിയമമാണ്. അതത് സ്റ്റേറ്റുകളിലെ സഹകരണ നിയമത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമാണ് ആ നിയമം നടപ്പിലാക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ അങ്ങനെ കൊണ്ടുവന്നത്. എന്നാൽ 2021 സഹകരണത്തിനൊരു വകുപ്പ്. ആ വകുപ്പിന്റെ മന്ത്രിയോ അമിത്ഷാ RSSന്റെ നയം കേന്ദ്ര ക്യാബിനറ്റിൽ നടപ്പിലാക്കാൻ പ്രത്യേകമായി ഓതറൈസ് ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റൈറ്റ് ഹാൻഡായി വന്ന RSS നേതാവ് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. പ്രസിഡന്റ് ഇ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ബൈജു, V ഗിരീഷ്, ജില്ലാ സെക്രട്ടറി MK ശശി, വൈസ് പ്രസിഡന്റ് V വിശ്വനാഥൻ, ട്രഷറർ P പ്രഭിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.